US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഗാസ സമാധാന പദ്ധതി ഹമാസ് അംഗീകരിച്ചിരുന്നു. പിന്നാലെ ഗാസയിൽ ആക്രമണം നിർത്താൻ ട്രംപ് ഇസ്രായേലിന് നിർദ്ദേശം നൽകി. എന്നാൽ അതിനുശേഷവും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നു. തൊട്ടു പിന്നാലെ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം നടത്തി. ഒക്ടോബർ 5 പുലർച്ചെയാണ് യമനിലെ ഹൂതി വിമതർ ഇസ്രായേലിന് നേരെ മറ്റൊരു ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചത്. ഇത് മധ്യ ഇസ്രായേലിൻ്റെയും തെക്കൻ വെസ്റ്റ് ബാങ്കിൻ്റെയും ചില ഭാഗങ്ങളിൽ വ്യോമാക്രമണ സൈറനുകളും പരിഭ്രാന്തിയും സൃഷ്ടിച്ചുവെന്ന് ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ വ്യോമസേന മിസൈൽ ആകാശത്ത് തടഞ്ഞെന്നും ആക്രമണം ഏതെങ്കിലും തരത്തിലുള്ള ആഘാതമോ ആളപായമോ ഉണ്ടാക്കിയിട്ടില്ലെന്നും IDF അവകാശപ്പെട്ടു. പുലർച്ചെ 5 മണിയോടെയാണ് മിസൈൽ സൈറനുകൾ മുഴങ്ങിയത്. ഇതോടെ ലക്ഷക്കണക്കിന് ഇസ്രായേലികൾ ബോംബ് ഷെൽട്ടറുകളിലേക്ക് പാഞ്ഞതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. പിന്നീട് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തു. ക്ലസ്റ്റർ ബോംബ് വാർഹെഡുള്ള ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ജെറുസലേം പ്രദേശത്തെ നിരവധി സെൻസിറ്റീവ് കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചതായി ഹൂതികൾ അവകാശപ്പെട്ടു. ഹൂതികൾ സമീപ ആഴ്ചകളിൽ ഇസ്രായേലിനെതിരെ ക്ലസ്റ്റർ ബോംബ് വാർഹെഡുള്ള നിരവധി മിസൈലുകൾ തൊടുത്തുവിട്ടു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സമ്മർദ്ദത്തിനിടയിൽ ഗാസയിലെ സംഭവവികാസങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഹൂതികൾ പറഞ്ഞു. ഗാസയ്ക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ ഇസ്രായേലിനെതിരായ ആക്രമണം തുടരുമെന്ന് ഹൂതികൾ വ്യക്തമാക്കി. അതിനിടെ ഹമാസിനെ നിരായുധീകരിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിലൂടെയോ സൈനിക നടപടിയിലൂടെയോ ഹമാസിനെ നിരായുധീകരിക്കുമെന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. ഗാസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിന്മാറില്ലെന്നും നെതന്യാഹു സൂചന നൽകി. ഹമാസ് വളരെക്കാലമായി ആവശ്യപ്പെടുന്നതാണ് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം. ഇസ്രായേലും ഹമാസും തമ്മിൽ തിങ്കളാഴ്ച ഈജിപ്തിൽ വെച്ച് ചർച്ചകൾക്ക് തയ്യാറെടുക്കുകയാണ്. അതിനിടയിലാണ് ട്രംപും നെതന്യാഹുവും ഹമാസിനെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തിയത്. ഹമാസിൻ്റെ പ്രതികരണം സ്വാഗതം ചെയ്ത ട്രംപ് ഗാസയിലെ ബോംബിംഗ് ഉടൻ നിർത്തണമെന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചിരുന്നു. US സമാധാന പദ്ധതി എത്രയും വേഗം അംഗീകരിക്കണമെന്നും അല്ലെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഹമാസ് ചില ഉപാധികൾ അംഗീകരിച്ചത്. സമാധാന പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നും ട്രംപ് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാലതാമസം പൊറുപ്പിക്കില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. നെതന്യാഹുവിൻ്റെ പരാമർശങ്ങൾ കരാറിനെ അപകടത്തിലാക്കുമെന്നാണ് മുതിർന്ന ഇസ്രായേൽ നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയത്. പിന്നാലെ ബന്ദികളുടെ കുടുംബങ്ങളുമായി നെതന്യാഹു കൂടിക്കാഴ്ച നടത്തി. ട്രംപിൻ്റെ 20 പോയിന്റ് പദ്ധതിയുടെ ആദ്യ വ്യവസ്ഥ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുകയാണ്. ഈ വ്യവസ്ഥ പൂർത്തിയാക്കുന്നതുവരെ മറ്റൊരു വ്യവസ്ഥയിലേക്ക് നീങ്ങില്ല. അവരെയെല്ലാം ഇസ്രായേൽ പ്രദേശത്തേക്ക് മാറ്റുന്നതുവരെ ഞങ്ങൾ മറ്റൊരു വ്യവസ്ഥയിലേക്കും പോകില്ലെന്നും നെതന്യാഹു ബന്ദികളുടെ ബന്ധുക്കൾക്ക് ഉറപ്പ് നൽകി. എന്നാൽ 72 മണിക്കൂറിനുള്ളിൽ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഹമാസ് ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു.